ജീവിതം വിചാരിച്ച വഴിയിൽ കൂടി പോകാതെ വരുമ്പോൾ നമ്മൾ പലരും നിഷ്ക്രിയരായി മാറുന്നതാണ്. നമ്മളെല്ലാം ആദ്യകാലത്ത് വളരെ ആക്റ്റീവാണ്, വളരെ മിടുക്കരാണ്, വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ജീവിതം ആരംഭിക്കുന്നത്. പക്ഷെ വിചാരിച്ച വഴിയിൽ കൂടി പോകാതെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നിഷ്ക്രിയമായ ഒരു അവസ്ഥ വന്നു ചേരുകയാണ്. പലപ്പോഴും ട്രാക്ക് മാറി ഓടിപ്പോയതാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഷൈനി വിൽസൺ ഭാരതത്തിൻ്റെ അഭിമാന താരം തന്നെയാണ്. അത്ലറ്റിക്സ് അതിൽ ഏറ്റവും അഭിമാനത്തോടുകൂടി ഭാരതത്തിന് അനേക നേട്ടങ്ങൾ നേടിത്തന്നിട്ടുള്ള വ്യക്തിത്വമാണ്. കേരളത്തിൻ്റെ ഏറ്റവും അഭിമാന തിലകക്കുറിയാണ്. ഒരിക്കൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ 800 മീറ്റർ റേസ് ആദ്യം ഓടിയെത്തുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനതയും അഭിമാന നിമിഷത്തോടുകൂടി കൈ ഉയർത്തി കരഘോഷം, ഏഷ്യാഡിൽ കൈ ഉയർത്തി കരഘോഷം ഉയർത്തുകയാണ്. ഈ കരഘോഷം ഉയർത്തുന്ന സമയത്ത് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന ആള് മാത്രം കൈകൊണ്ട് തിരിച്ചിങ്ങനെ കാണിക്കുകയാണ്. കാരണം അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഓടുന്നവൻ ഓടിയാൽ പോരാ, ഓടുന്നതിനിടയിൽ ട്രാക്ക് മാറി ഓടിപ്പോയി. ട്രാക്ക് മാറി ഓടി എത്ര വേഗത്തിൽ ഓടിയാലും ട്രാക്ക് മാറി ഓടുന്നയാൾക്ക് 1-ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല എന്നാണ് ആ ഗെയിംസ് പോലും നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ നമ്മോട് പറയുന്നത്, ഒരുവൻ മല്ലു കെട്ടിയാലും ചട്ടപ്രകാരം നടക്കുന്നില്ല എങ്കിൽ കിരീടം പ്രാപിക്കുന്നില്ല എന്ന്. അപ്പനാണെന്ന് മല്ല് കെട്ടിയാലും അമ്മയാണെന്ന് മല്ല് കെട്ടിയാലും മക്കളും മരുമക്കളുമാണെന്നും ഒക്കെ വേഷം കെട്ടിയാലും നോമ്പുകാരനാണെന്ന് വേഷം കെട്ടിയാലും നോമ്പിൽ അടർത്തി മാറ്റേണ്ടതിനെ മാറ്റി ഒരു വീണ്ടെടുപ്പ് പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ നോമ്പുകാലത്തിൽ നമ്മളോട് തന്നെ ചോദിക്കുക, ഉണങ്ങിയിരിക്കുന്നത് എന്നിലെ എന്താണ്? ബന്ധങ്ങളാണോ? ക്രിസ്തീയമായ ഒരു സ്നേഹം എന്നിൽ ഉണങ്ങിപ്പോയോ? വിശ്വസ്തത എന്നിൽ ഉണങ്ങിപ്പോയോ? ശുശ്രൂഷ മനോഭാവം എന്നിൽ ഉണങ്ങിപ്പോയോ? പലപ്പോഴും ജീവിതത്തിന്റെ പല യാഥാർത്ഥ്യങ്ങളിലും ബാറ്ററി ലോയാണ്. പല ബാറ്ററി ലോ ആയിക്കൊണ്ട് നമ്മളിങ്ങനെ പ്രഹസനം കാണിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഉള്ളിലൊരു ചോദ്യമുണ്ട്, ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ? എൻ്റെ കുടുംബജീവിതം ഇങ്ങനെ നിർജീവമായി പോയി, ഇനി എങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാനാ? കാരണം വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ പറയാറുണ്ട്, എത്ര മോട്ടിവേഷനുകൾ നൽകിയാലും എത്ര മാറ്റങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹിച്ചാലും അതേ ഭാര്യയും അതേ ഭർത്താവും അതേ മക്കളും തന്നെയല്ലേ, ഇനി എന്തൊരു മാറ്റം ഉണ്ടാകാനാ? 2 ശമൂവേൽ പുസ്തകം 21-ാം അധ്യായത്തില് റിസ്പ എന്നൊരു സ്ത്രീ കഥാപാത്രമുണ്ട്. 2 ശമൂവേൽ പുസ്തകം 21-ാം അധ്യായത്തിൽ റിസ്പ എന്നൊരു സ്ത്രീ കഥാപാത്രമുണ്ട്. റിസ്പ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ പ്രശസ്തയായ ഒരു സ്ത്രീയൊന്നുമല്ല. പേരുകേട്ട വിശുദ്ധയായ ഒരു സ്ത്രീകളുടെ ആ ഒരു വലിയ ലിസ്റ്റിലൊന്നുമുള്ള ആളല്ല. എന്നാൽ റിസ്പയെ കുറിച്ച് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, റിസ്പ അയ്യാവിന്റെ മകളായ റിസ്പ. 2, ശൗലിന്റെ വെപ്പാട്ടിയായ റിസ്പ. ഇവിടെ ഇത്രയുമുള്ള കാര്യം. 21-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി എന്ന് പറഞ്ഞാണ്. ദാവീദിന്റെ ഭരണകാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടാകുകയാണ്. ദേശത്ത് വലിയ ക്ഷാമമുണ്ടായപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ചോദിക്കുകയാണ്, യഹോവേ, ഈ ക്ഷാമത്തിന്റെ കാരണം എന്താണ്? യഹോവയുടെ പക്കൽ നിന്ന് ദാവീദിനൊരു അരുളപ്പാടുണ്ടായി, ഗിബെയോന്യരുടെ രക്തം ഈ ദേശത്ത് വീണതുകൊണ്ടാണ് ഈ ദേശത്തിൽ ക്ഷാമം മാറാത്തത്. ഈ ദേശത്ത് വലിയൊരു വരൾച്ച തുടർച്ച ക്ഷാമമായി മാറിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം എന്നറിയാൻ വേണ്ടി ഗിബെയോന്യരെ വിളിച്ചു വരുത്തി ദാവീദ് ഒരു സന്ധി സംഭാഷണം നടത്തുകയാണ്. ഗിബെയോന്യരോട് പറയുകയാണ്, നിങ്ങളുടെ സഹോദരങ്ങളുടെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ രക്തത്തിന് പകരം ഞാൻ സ്വർണമോ വെള്ളിയോ എന്തും പകരം നൽകാം. നിങ്ങൾ ഞങ്ങളുടെ ദേശത്തോട് ക്ഷമിക്കുമ്പോൾ മാത്രമേ ഈ ദേശത്തിൽ ക്ഷാമം മാറുകയുള്ളൂ എന്ന്. ഗിബെയോന്യരാകട്ടെ ദാവീദിനോട് പറയുകയാണ്, ഒരിക്കലുമില്ല, ഞങ്ങളുടെ സഹോദരങ്ങളുടെ രക്തത്തിന് പകരമായിട്ട് ശൗലിന്റെ മക്കളുടെ രക്തം തന്നെ ഞങ്ങൾക്ക് പകരം വേണമെന്ന്. കാരണം ശൗലായിരുന്നു ആ ദേശത്ത് വെച്ച് ഗിബെയോന്യരെ കൊന്നുകളഞ്ഞത്. അങ്ങനെ ശൗലിന്റെ മക്കളുടെ രക്തം ആവശ്യപ്പെട്ടു. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ശൗലിനെയും ശൗലിന്റെ മക്കളെ ഉപദ്രവിക്കുന്നത് ദാവീദിന് വലിയ ദണ്ണമൊന്നുമുള്ള കാര്യമല്ല. ദാവീദ് അവിടെ ശൗലിന്റെ 7 മക്കളെയും ഗിബെയോന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. 9-ാമത്തെ വാക്യമാകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഗിബെയോന്യരാകട്ടെ അവരെ മലയിൽ യഹോവയുടെ മുമ്പാകെ തൂക്കിക്കൊന്നു.
യഹോവയുടെ മുൻപാകെ മലമുകളിൽ ശൗലിന്റെ സന്തതികളെ തൂക്കിക്കൊല്ലുകയാണ്. ശൗലിന്റെ സന്തതികളെ തൂക്കിക്കൊന്നു എന്നുള്ള വാർത്ത അറിഞ്ഞ് ശൗലിന്റെ വെപ്പാട്ടിമാരിൽ ഒരുവൾ മാത്രമായ റിസ്പ അതിവേഗത്തിൽ അങ്ങോട്ട് പാഞ്ഞു ചെല്ലുകയാണ്. ഈ ശവശരീരങ്ങളെ ഏറ്റുവാങ്ങുകയാണ്. അത് യവക്കൊയ്ത്തിന്റെ ആരംഭത്തിന്റെ കാലമാണ്. കൊയ്ത്തിന്റെ ആദ്യ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേശത്തെ സംബന്ധിച്ച് ഉത്സവമാണ്. എല്ലാവരും ഉത്സവത്തിലും സന്തോഷത്തിലും പങ്കെടുക്കുമ്പോൾ, എല്ലാവരും ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ, ഈ റിസ്പ മാത്രം ആ മലയുടെ മുകളിൽ നിന്ന് ആ ശവശരീരങ്ങൾ ഇറക്കി ചാക്കുശീലയിട്ട് പൊതിഞ്ഞ് ആകാശത്തിൽ നിന്ന് മഴയോ ആകാശത്തിൽ നിന്ന് പക്ഷികളോ ഭൂമിയിൽ മൃഗങ്ങളോ ഈ ശവശരീരങ്ങളെ തിന്നാതെ ഇരിക്കാൻ രാവും പകലുമെന്നില്ലാതെ ഈ കൊയ്ത്തുകാലത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാതെ ഈ ശവത്തിന്റെ സന്നിധിയിൽ കാവൽ നിൽക്കുകയാണ്. റിസ്പയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ശൗൽ മരിച്ചുപോയി, ഇനി വെപ്പാട്ടി എന്ന നിലയ്ക്ക് ആരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല. രണ്ട്, ഇത് ശവശരീരങ്ങളാണ്, ഇനി ഒരു ഉയർപ്പ് ഈ ശവശരീരങ്ങളിൽ ഉണ്ടാകുന്നില്ല. മൂന്ന്, ശൗലിന്റെ ശത്രുവാണ് ദാവീദ്, ഒരിളക്കവും ദാവീദിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുകയില്ല. എങ്കിലും രാത്രിയിൽ മൃഗങ്ങളോ പക്ഷികളോ മഴയോ വെയിലോ എന്തു വന്നാലും ഈ ശവത്തിന്മേൽ ചാക്കുശീല പൊതിഞ്ഞ് റിസ്പ ദിവസങ്ങളോളം ഇതിന് കാവൽ നിൽക്കുന്നു. ഈ കാവൽ നിൽക്കുന്നു എന്നുള്ള വാർത്ത ദാവീദ് രാജാവ് കൊട്ടാരത്തിലിരുന്ന് അറിയുകയാണ്. കൊട്ടാരത്തിലിരുന്ന് ദാവീദ് രാജാവിന്റെ മനസ്സിന് ഇത് ഇളക്കം തട്ടുകയാണ്. ദാവീദ് രാജാവ് താൻ ചെയ്തു പോയ ആ ഒരു തെറ്റ്, അയ്യോ ശൗലിന്റെ ശവശരീരം, ശൗലിന്റെ മകനായ യോനാഥാന്റെ ശവശരീരം എവിടെയൊക്കെയോ കിടക്കുകയാണ്. അവിടെ നിന്ന് അതിനെയെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വന്ന്, അതിനെയെല്ലാം ശേഖരിച്ചുകൊണ്ട് വന്ന് ആ കല്ലറയിൽ അടക്കം ചെയ്യുകയും ഈ 7 മക്കളുടെയും ശവങ്ങൾ, അസ്ഥികൾ ഈ കല്ലറയിൽ അടക്കം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും സംഭവിക്കില്ല, ഇനി ഒരിക്കലും ഉയർക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും, ആരും തന്നിൽ പ്രീതിപ്പെടില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും, നിശ്ചയദാർഢ്യത്തോടുകൂടി റിസ്പ എന്നൊരു സ്ത്രീയെ ഈ ഉണങ്ങിയ അസ്ഥികൾക്ക് മേൽ ചാക്കുശീല പൊതിഞ്ഞ് കാവൽ നിന്നതുപോലെ നമ്മുടെ എല്ലാം ജീവിതത്തില് ഇനിയൊരു എഴുന്നേൽപ്പുണ്ടാകില്ല എന്ന്, ഇനിയൊരു മാറ്റം ഉണ്ടാകില്ല എന്ന് പറയുന്ന പല കാരണങ്ങളുണ്ട്. ചില ചീത്തപ്പേരുകൾക്ക്, ചില അനുഗ്രഹങ്ങൾക്ക് ഇനി ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവാകുന്ന ചാക്കുശീലകൾ കൊണ്ട് പൊതിഞ്ഞ് ഇനി എഴുന്നേറ്റമില്ല എന്ന് പറയുന്ന നമ്മുടെ മക്കളുടെ സ്വഭാവങ്ങൾക്ക്, ഇനി മാറ്റമുണ്ടാകില്ല എന്ന് പറയുന്ന നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളെയൊക്കെ നിഷ്ക്രിയത്വത്തിൽ നിന്നൊന്ന് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പൊതിഞ്ഞു വെച്ച് പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ പൊതിഞ്ഞു വെച്ച് പ്രാർത്ഥിക്കുവാൻ ഈ നോമ്പുകാലങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരണം. നാം നിഷ്ക്രിയരാവാനുള്ള കാരണങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമാണെങ്കിലും ഒരു 2-3 കാര്യങ്ങൾ പറയാം. ഒന്നാമത് നിഷ്ക്രിയരാകാനുള്ള കാരണം എന്താണെന്നറിയോ? നാം സ്വയം സൃഷ്ടിക്കുന്ന തടസ്സങ്ങളാണ്. നാം സ്വയം സൃഷ്ടിക്കുന്ന തടസ്സമാണ് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കാത്തത്. പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, നോമ്പ് നോക്കാത്തത് കൊണ്ടല്ല. കാരണം നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയാൽ നാം ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുമെങ്കിൽ നോമ്പും ഉപവാസവുമാകുന്ന 2 ചിറകുകൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് പറന്നുയരാൻ നമുക്ക് സാധിക്കുമെന്നാണ്. എന്നിട്ട് എന്താ നമുക്ക് പറക്കാൻ സാധിക്കാത്തത്? മോശയും ഏലിയാവും ദാനിയേലും ഹാനനിയ പൈതങ്ങളും ഒക്കെ നോമ്പ് നോറ്റ് ദൈവസന്നിധിയിലേക്ക് പറന്നെടുത്തതുപോലെ എന്താണ് നമ്മുടെ ചിറകുകൾ കൊണ്ട് പറക്കാൻ സാധിക്കാത്തത്? എവിടെയൊക്കെയോ നമ്മുടെ ചിറകുകൾ ഭാരം കൊണ്ട് താഴ്ന്നിരിക്കുക. ഒന്നാമത്തെ ഭാരമാണ് സ്വയം സൃഷ്ടിക്കുന്ന ഭാരങ്ങൾ, സ്വയം സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ. ഈ ആനക്കുട്ടിയായിരിക്കുമ്പോൾ ആനക്കൊട്ടിലിൽ ട്രെയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഈ ആനക്കുട്ടിയായിരിക്കുന്ന സമയത്ത് വളരെ കുസൃതിയുള്ള ഒരു ആനക്കുട്ടിയായിരിക്കും. പപ്പാൻ എന്ത് ചെയ്യും? ഒരു കയറെടുത്ത് അല്ലെങ്കിൽ ഒരു ചങ്ങലയെടുത്ത് ഈ ആനക്കുട്ടിയുടെ കാലിൽ കെട്ടും. ഈ ആനക്കുട്ടി മുന്നോട്ടോടും, മൂക്കുകുത്തി വീഴും. വീണ്ടും അത് മുന്നോട്ടോടും, അതിൻ്റെ മൂക്കുകുത്തി വീഴും. അങ്ങനെ തുടർച്ചയായി മുന്നോട്ട് പോകുമ്പോൾ ഈ കയറ് വലിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ചങ്ങല വലിഞ്ഞിട്ട് ഈ ആനയുടെ കയറ് കെട്ടിയിരിക്കുന്ന കാലിൽ മുറിപ്പാട് വീഴും. അതിനുശേഷം വീണ്ടും ആന അത് ആവർത്തിക്കും, അവിടെ മുറിവുണ്ടാകും. വീണ്ടും ആവർത്തിക്കും, ആ മുറിവ് പഴുക്കും. ആരും അത് വെച്ച് കെട്ടുകയില്ല. പഴുത്ത് കഴിഞ്ഞ് തന്നെ എഴുന്നേൽക്കാൻ വയ്യാതെ ആവുമ്പോൾ ഈ ആനക്കുട്ടി റിയലൈസ് ചെയ്യാണ്, എനിക്കിനി ഇവിടെ നിന്ന് എഴുന്നേറ്റോടാൻ, ഈ ചങ്ങലയിൽ നിന്ന് എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്ന്, ഈ ചങ്ങല പൊട്ടിച്ച് എനിക്ക് വളരാൻ സാധിക്കില്ലെന്ന്. പക്ഷെ ഈ ആന പോലും അറിയാതെ അനന്ത സാധ്യതകളുള്ള, അനന്ത ശക്തിയുള്ളൊരു ജീവിയായിട്ട് ആന മാറുകയാണ്. പക്ഷെ ആന അറിയുന്നില്ല. എന്നാൽ ഒരു നിസ്സാരക്കാരനായ ഒരു പാപ്പാൻ
ഈ ആനയെ ഭരിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുക. നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും തളർന്നു പോകുന്നവരാ. നമ്മൾ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് പറ്റില്ല, എനിക്ക് ഇത്രയേ ആകുള്ളൂ. അപ്പോഴാണ് ദാവീദ് രാജാവ് പറയുന്നത് പോലെ നാം പറയണം. ഏത് പ്രതിസന്ധിയിലും ദാവീദ് രാജാവ് പറയുമായിരുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ പ്രതിസന്ധിയുടെ മതിൽ ചാടിക്കിടക്കുമെന്ന്. രണ്ടാമത്തെ പ്രതിസന്ധി എന്താണെന്നറിയോ? ഇന്നലകളെ കുറിച്ചുള്ളയും നാളകളെ കുറിച്ചുള്ളയും അമിതമായ ചിന്തയാണ് പല നിഷ്ക്രിയത്വത്തിനും കാരണം. നമ്മളിൽ ഏറെ പേരും ജീവിക്കുന്ന എവിടെയാണെന്നറിയോ? ഇന്നലകളിലാണ്. ഇത് വേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അന്നങ്ങ് നേഴ്സിങ്ങിന് പോയാൽ മതിയായിരുന്നു, അന്ന് ഡൽഹിയിൽ നിന്ന് വരണ്ടായിരുന്നു, അന്ന് അബുദാബിയിൽ തന്നെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഇന്നലകളിൽ ജീവിച്ച് ഡിപ്രഷൻ 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 എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തതെല്ലാം മണ്ടത്തരം, നീ എന്നെ ഉപദേശിച്ചതെല്ലാം മണ്ടത്തരം, ഇങ്ങനെ പറഞ്ഞ് ജീവിക്കുന്ന കുറച്ചു പേര്. വേറെ കുറച്ചു പേരെന്താണെന്നറിയോ? നാളെയെക്കുറിച്ചുള്ള അമിതമായ ചിന്ത, നാളെയെക്കുറിച്ച് മക്കൾ എന്തായിത്തീരും, മക്കൾ എന്നെ നോക്കുമോ, നാളെയെക്കുറിച്ച് ഭയന്ന് ഭയന്ന് നമ്മൾ ജീവിക്കുകയാണ്. എന്നാൽ വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഇപ്രകാരം വചനം പറയുകയാണ്, വിചാരപ്പെടുന്നത് കൊണ്ട് തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ മനുഷ്യ നമുക്ക് സാധിക്കുമോ? ഈ വിചാരപ്പെടുന്ന സ്ഥാനത്ത് ഇന്നിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഫസ്റ്റ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയും. ഇന്ന് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഇന്നിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ സാധിക്കാറുണ്ടോ? മൂന്നാമത് നമ്മുടെ നിഷ്ക്രിയത്വത്തിന് കാരണം എന്താണെന്നറിയോ? തൃപ്തിയില്ലാത്ത ജീവിതം. നമ്മളിലേറെ പേരുടെ ഒരു ജീവിതത്തിന്റെ പ്രത്യേകതയാണ് തൃപ്തിയില്ല. കൂടെ കിട്ടിയിരിക്കുന്ന ജീവിത പങ്കാളിയെക്കുറിച്ച് തൃപ്തിയില്ല, മക്കളെക്കുറിച്ച് തൃപ്തിയില്ല, കാണുന്ന ഒന്നിനെ കുറിച്ചും നമുക്ക് തൃപ്തിയില്ല. സഭാപ്രസംഗിയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഇങ്ങനെ പറയാണ്, അഭിലാഷത്തിന്റെ സഞ്ചാരത്തെക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത് എന്ന്. അഭിലാഷത്തിന്റെ സഞ്ചാരത്തെക്കാൾ കണ്ണിന്റെ നോട്ടമാണ് നല്ലത്. അഭിലാഷത്തിന്റെ സഞ്ചാരം എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിന്റെ സഞ്ചാരത്തെക്കാൾ ഈ കണ്ണിന്റെ മുൻപിൽ ദൈവം തന്നിരിക്കുന്നതിനെ ആസ്വദിക്കാൻ. പലപ്പോഴും നമ്മൾ പറയും, ഒരാളുടെ സൗന്ദര്യം അറിയണമെങ്കിൽ വീടിന്റെ ജനലിൽ കൂടി അപ്പുറത്തേക്ക് നോക്കണം. കൂടെയുള്ളപ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ അറിയാറില്ല. അപ്പോഴാണ് പറയുന്നത്, നമ്മുടെ ജീവിതം ഏറെക്കുറെ ഈ ബസ് കാത്ത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു വികാരമാണ് മനുഷ്യന്റെ ജീവിതം മുഴുവൻ. ബസ് കാത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്ത്? ഏതെങ്കിലും ഒരു ബസ് വന്നാൽ മതി, സ്റ്റെപ്പേ നിന്നാണെങ്കിലും യാത്ര ചെയ്യാം. ബസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണ്? സ്റ്റെപ്പിന്റെ അകത്തോട്ട് കയറി ആ കമ്പിയിലോട്ടൊന്ന് ചാരി ഒന്ന് നിന്നാ മതി എന്നാ. അത് കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താ? നമ്മൾ അന്നേരം തൊട്ട് എത്തിക്കുത്തി നോക്കിക്കൊണ്ടിരിക്കും, ആരെങ്കിലും കവറോ ബാഗോ എടുത്ത് എഴുന്നേൽക്കാൻ. പുറകിൽ നിന്ന് അതിവേഗത്തിൽ നമ്മൾ പറന്ന് നിഴഞ്ഞൊക്കെ ഫ്രണ്ടിൽ ചെല്ലും. ആ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത ആഗ്രഹം എന്താ? എങ്ങനെയെങ്കിലും ഇവർ ഇറങ്ങുന്നതിന് മുൻപ് ആ സീറ്റിൽ ഒന്ന് ഇരുന്നാൽ മതി. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എന്താ? ആരും നമ്മളോട് ബാഗോ കവറോ പിടിക്കാൻ പറയുകയും അരുത്, നമ്മളോടൊട്ട് നീങ്ങിയിരിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് അനങ്ങി കാണിക്കും. പക്ഷെ നീങ്ങിയിരിക്കാൻ നമുക്ക് താല്പര്യമില്ല. കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ ആർക്കും വേണ്ടിയും അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഞാനൊന്ന് മുറിക്കപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ്. ഈ ഞാൻ എന്ന അവസ്ഥ കുടുംബങ്ങളിൽ, ഈ തൃപ്തിയില്ലാത്ത ജീവിതം, ഈ ഞാൻ എന്ന അവസ്ഥയെ ഒന്ന് മുറിക്കപ്പെടാൻ. ആകാശത്തെ കണ്ടിട്ടില്ലേ? അത് മേഘങ്ങൾ മുറിക്കപ്പെടുമ്പോഴാണ് മഴയായിട്ട് പെയ്യുന്നത്. മണ്ണിനെ കണ്ടിട്ടില്ലേ? അത് ഉടയ്ക്കുമ്പോഴല്ലേ കൃഷിക്ക് യോഗ്യമാകുന്നത്. മണ്ണിൽ വീഴുന്ന വിത്തിനെ കണ്ടിട്ടില്ലേ? മണ്ണിനടിയിൽ അത് അഴുകുമ്പോഴല്ലേ പുതിയ ജീവന് കാരണമാകുന്നത്. അതിൽ വളരുന്ന തയ്യെ കണ്ടിട്ടില്ലേ? കാറ്റും മഴയും ഏൽക്കാൻ തയ്യാറാകുമ്പോഴാണ് പൂർണ്ണ വളർച്ചയെത്തി അത് പൂക്കുന്നത്. അത് പൂക്കുമ്പോൾ അതിനെ വീണ്ടും വാടാൻ തയ്യാറാകുമ്പോഴല്ലേ അത് കായായി മാറുന്നത്. കായ കണ്ടിട്ടില്ലേ? അത് പൊട്ടാൻ തയ്യാറാകുമ്പോഴല്ലേ പുതിയ വിത്തായി മാറുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും തന്നെ ഒന്ന് പൊട്ടാൻ, തന്നെ ഒന്ന് വിട്ടുകൊടുക്കാൻ, തന്നെ ഒന്ന് അഴുകുവാൻ നമുക്ക് തയ്യാറാകാൻ സാധിക്കാറുണ്ടോ? ഈ ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ കാണിക്കുന്ന ക്ഷമയെങ്കിലും കുടുംബജീവിതത്തിൽ കാണിക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ? ഈ ട്രാഫിക് സിഗ്നലിൽ കാണിക്കുന്ന മര്യാദയെങ്കിലും ഈ നമ്മുടെ കുടുംബങ്ങളിൽ കാണിക്കാൻ, ദേവാലയങ്ങളിൽ കാണിക്കാൻ നമുക്ക് തയ്യാറാവാറുണ്ടോ? ഇവിടെ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് കേൾക്കുകയാണ്, കാനായിലെ കല്യാണ വിരുന്നിൽ
വീഞ്ഞു പോരാ എന്ന് പറഞ്ഞ അമ്മയുടെ അടുക്കൽ വരുന്ന പുത്രനെ, അങ്ങനെ മറ്റുള്ളവന്റെ പോരായ്മകളും ഇല്ലായ്മകളും ചേർത്ത് വെച്ച് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ മാത്രമേ സമൂഹത്തിന് കൊള്ളാവുന്ന മക്കളെ വളർത്തിയെടുക്കുന്നുള്ളൂ എന്നാണ് കാനായിലെ കല്യാണ വിരുന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപരന്റെ കുറവുകളിൽ കൈ നീട്ടണമെന്ന് ബാല്യം മുതൽക്ക് തന്നെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ നാം മാതാപിതാക്കൾക്ക് സാധിക്കാറുണ്ടോ?